ഹലോ ഗായ്സ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാറ് ചോദിക്കാറുണ്ട്. അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധാരണ ഓഫീസ് അങ്ങനത്തെ സോഫ്റ്റ്വെയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലാപ്ടോപ്സ് ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ഒരു 5 ലാപ്ടോപ്സ് ഒരു 20-25 റേഞ്ചിലൊക്കെ വരുന്ന കുറച്ച് ലാപ്ടോപ്സ് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് വലിയൊരു പെർഫോമൻസ് ഒന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്റ്റുഡൻസിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ലാപ്ടോപ്സിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ലാപ്ടോപ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അങ്ങനത്തെ ഒരു നോർമൽ യൂസിനൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. അങ്ങനത്തെ കുറച്ച് ലാപ്ടോപ്പാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് സെബ്രോണിക്സ് പ്രോ സീരീസ് സി ആണ്. ഇതിൽ ഇൻ്റൽ 12th ജെന്നിൻ്റെ i3 പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ 8GB റാം വരുന്നുണ്ട്. 512GB SSD വരുന്നുണ്ട്. അപ്പോൾ SSD എടുക്കുന്നതായിരിക്കും ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്. കാരണം കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും അതിൻ്റെ റൈറ്റിങ്ങും സ്പീഡോ കുറച്ചുകൂടെ എക്സ്ട്രാ ഉണ്ടാവും. അതുപോലെ ഇതിലൊന്ന് IPS ഡിസ്പ്ലേ ആണ്. IPS 180 ഡിഗ്രി ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ല സൗണ്ട് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് വിൻഡോസ് 11 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചർ വരുന്നത്. ഇതാണ് പ്രൊഡക്റ്റ്. സെബ്രോണിക്സിൻ്റെ ആണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കാണാനൊക്കെ കുഴപ്പമില്ല. 180 ഡിഗ്രിയുടെ ഹിഞ്ച് വരുന്നുണ്ട്. പോർട്സ് വരുന്നത് ടൈപ്പ് സി വരുന്നുണ്ട്. ചാർജിങ് USB 3.2 2 ഒരു സൈഡിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. HDMI വരുന്നുണ്ട്. ടൈപ്പ് സിയുടെ 3.2 Gen 1 പോർട്ട് വരുന്നുണ്ട്. ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അതുപോലെ USB 2.0 ഉണ്ട്. പിന്നെ ഒരു എത്തർനെറ്റ് കേബിൾ വരുന്നുണ്ട്, പോർട്ട് വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ വേറെ എന്തൊരു കിങ്സ്റ്റൺ ലോക്ക് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പോർട്സുകൾ. അപ്പോൾ അതാണ് ഐറ്റം. DDR4 റാമാണ്, 8GB 512GB SSD വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.0, IPS ഡിസ്പ്ലേ. ഇത് 24,000 രൂപയ്ക്കാണ്. അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷനൊക്കെ നൈസാണ്. അപ്പോൾ ഇത് വാങ്ങാൻ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഇതായിരിക്കും. ഇങ്ങനത്തെ ഒരു നോർമൽ യൂസിനൊക്കെ വാങ്ങാൻ നോക്കുന്നവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതുപോലെ ഇതിൽ നോ കോസ്റ്റ് EMI ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഇത് നോക്കാം. അപ്പോൾ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനത്തെ എൻട്രി ലെവൽ നോക്കുന്നവർക്ക്, എൻട്രി ലെവൽ അങ്ങനത്തെ ഒരു നോർമൽ യൂസിന് നോക്കുന്നവർ മാത്രം അങ്ങനത്തെ ഇത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നല്ല ലാപ്ടോപ്പ് വേറെ വാങ്ങിക്കാം. ഇത് ഇങ്ങനെ സ്റ്റഡി പർപ്പസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇതിലൊന്നും അങ്ങനെ ഹെവി ടാസ്കുകളും കാര്യങ്ങളൊന്നും നടക്കില്ല. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഓഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ നടക്കുക. പിന്നെ നോർമൽ ബ്രൗസിങ് കാര്യങ്ങളൊക്കെ നടക്കും. അത്യാവശ്യം നല്ല റാം 512 SSD ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് 12th i3 പ്രോസസ്സറാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ലെനോവോയുടെ V15 ആണ്. ഇൻ്റൽ സെൽട്രോണിൻ്റെ പ്രോസസ്സർ വരുന്നുണ്ട്. ഫുൾ HD ഡിസ്പ്ലേ, ആൻറ്റി ക്ലിയർ ആണ്. റിഫ്ലക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ്, 8GB റാം വരുന്നുണ്ട്. 250 SSD വരുന്നുണ്ട്. ഇതിൽ SSD ആണ് വരുന്നത്. SSD ഉള്ള തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. വിൻഡോസ് 11 ഹോം വരുന്നുണ്ട്. അതുപോലെ 1.7 kg വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് ഇത്രയൊക്കെയാണ്. പിന്നെ പോർട്സ് വരുന്നത് ഇങ്ങനെയാണ്. ചാർജിങ്, പിന്നെ ഏതാണ്, എത്തർനെറ്റ് ആണോ, USB പോർട്ട് വരുന്നുണ്ട്. HDMI വരുന്നുണ്ട്. ടൈപ്പ് സി, ഓഡിയോ ജാക്ക്, എത്തർനെറ്റ്, പിന്നെ USB വരുന്നുണ്ട്. പിന്നെ ലോക്ക് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് 180 ഡിഗ്രി ഹിഞ്ചാണ് തോന്നുന്നു. ഓക്കെ, 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ആയിരിക്കും. ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൽ പ്രൈസ് വരുന്നത് 22,000 ആണ്. 23 വരുന്നുണ്ട്. 22,990 വരുന്നുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചർ വരുന്നുണ്ട്. സെൽട്രോൺ പ്രോസസ്സറാണ്. അതാണ് അതിൽ ഒരു മറ്റേ നേരത്തെ i3 പ്രോസസ്സറായിരുന്നു. ഇതിലും നോർമൽ കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ ഇത് ധാരാളമാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അടുത്തത് വരുന്നത് അസ്യൂസിൻ്റെ ആണ്. അസ്യൂസ് വിവോബുക്ക് 14 ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിലും സെൽട്രോൺ N4500 ആണ് വരുന്നത്. 8GB റാം, 250 SSD, ഒരു ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. വിൻഡോസ് 11ൻ്റെ OS ആണ് വരുന്നത്.
ഇപ്പോൾ 1.3 kg ലൈറ്റ് വെയിറ്റ് ആണ് കുറച്ചുകൂടെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 23,000 ആണ്. സ്യൂസിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്, ആൻറ്റി ഗ്ലെയർ ആണ്. ഓക്കെ, നല്ലൊരു ഡിസ്പ്ലേ ആയിരിക്കും അത്. പിന്നെ സെൽട്രോൺ N450 ഡുവൽ ക്രോ പ്രൊസസ്സറാണ്. 8GB DDR4 വരുന്നുണ്ട്, 250 SSD വരുന്നുണ്ട്. ഈ പ്രൈസിൽ നോർമൽ യൂസ് നോക്കുന്നവർക്ക് ഇതൊരു നല്ല ലാപ്ടോപ്പ് തന്നെ ആയിരിക്കും. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്, ഈ റേഞ്ചിലൊക്കെ നല്ലൊരു ഫീച്ചറാണ്. 180 ഡിഗ്രിയുടെ ഹിഞ്ച് 180 ഡിഗ്രിയുടെ ആണ്. അപ്പോൾ നല്ല യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ വിൻഡോസ് 11. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പൊക്കെ ചൂസ് ചെയ്യാം. അടുത്ത് വരുന്ന ലെനോവോ V15 AMD ആണ്. നേരത്തെ നോക്കിയ സെൽട്രോൺ ആയിരുന്നു. ഇപ്പോൾ ലെനോവോ V50 AMD 26,000 വരുന്നുണ്ട്. AMD Athlon സിൽവർ എന്നുള്ള ഐറ്റമാണ്. 7120U പ്രോസസ്സറാണ് വരുന്നത്. 8GB LPDDR5 റാം വരുന്നുണ്ട്. 512GB SSD വരുന്നുണ്ട്. വിൻഡോസ് 11 ലൈഫ് ടൈം വാലിഡിറ്റി, ഫുൾ HD സ്ക്രീന്, റേഡിയൻ്റ് ഗ്രാഫിക്സ് ആണ് വരുന്നത്. സിൽവർ ഒക്കെ 1 ഇയർ ബ്രാൻഡ് വാറൻറ്റി. ഇതാണ് ഐറ്റം. അത്യാവശ്യം കുഴപ്പമില്ല കാണാനൊക്കെ. ലെനോവോയുടെ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്. സ്ക്രീന് ബസലൊക്കെ കുറവാണ്, അത്യാവശ്യം വൃത്തിയുണ്ട് കാണാൻ. അപ്പോൾ കുഴപ്പമില്ല, ഇത് അത്യാവശ്യം ഓക്കെയാണ്. നോർമൽ യൂസിലൊക്കെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യും. പോർട്സ് വരുന്നത് HDMI, USB-C വരുന്നുണ്ട്, ഓഡിയോ ജാക്ക്, പുറത്ത് ഒരു USB, അതുപോലെ എതർനെറ്റിൻ്റെ പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ആവശ്യമുള്ളവർ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് അസീസിൻ്റെ വിവോ ബുക്ക് 15 ആണ്. നേരത്തെ 14 ആണ് നോക്കിയത്, ഇത് 15 ആണ്. പിന്നെ ഡുവൽ കോർ ഇൻ്റൽ സെൽട്രോൺ പ്രോസസ്സർ വരുന്നുണ്ട്, 15.6 ഇഞ്ചിൻ്റെ. ഇതിൽ വരുന്ന 4GB റാം ആണ്. അത് ഇത്തിരി കുറവായിരിക്കും. ഇപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു 8GB എങ്കിലും വേണം. നല്ലത് കുഴപ്പമില്ല, നോർമൽ യൂസിനൊക്കെ ഇത് പറ്റുമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ 8GB ഒക്കെ ഉള്ളത് നോക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് 21,000 രൂപയേ ഉള്ളൂ. ഇത് വളരെ റേറ്റ് കുറവാണ്. സ്യൂസിൻ്റെ കൂടെയാണ്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് SSD ആണ് വരുന്നത്. വിൻഡോസ് 11 ഉണ്ട്, കുഴപ്പമില്ല. ഇൻ്റർണൽ സെൽട്രോൺ പ്രോസസ്സർ, UHD ഗ്രാഫിക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ലാപ്ടോപ്പുകളൊക്കെ നിങ്ങൾക്ക് ഈ സ്റ്റുഡൻറ്റ് പർപ്പസിന്, സ്റ്റഡി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നോർമൽ, നിങ്ങൾക്ക് ബ്രൗസിങ്, വീഡിയോ വാച്ച്, അങ്ങനത്തെ നോർമൽ യൂസേജിനൊക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടഡ് ആയിട്ട് ലാപ്ടോപ്പ് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും പഠിക്കാനോ അങ്ങനത്തെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.